നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസു ജയിലിൽ ഈ മാസം 24 വരെ റിമാൻഡ് ചെയ്തു. രേഖകളിൽ സ്വർണം ചെമ്പായത് വാസുവിന്റെ കാലത്ത്. അറസ്റ്റ് മുരാരി ബാബുവിന്റെയും സുധീഷിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ. മൂന്നാം പ്രതിയായ വാസു അറസ്റ്റിലാകുന്ന ആദ്യ ഉന്നതൻ. CPM പങ്ക് തെളിഞ്ഞെന്ന് VD സതീശൻ. അറസ്റ്റ് CPMനെ ബാധിക്കില്ലെന്ന് MV ഗോവിന്ദൻ. ചെങ്കോട്ട സ്ഫോടന കേസ് NIA ഏറ്റെടുത്തു. പൂർണ്ണമായും ചാവേർ ആക്രമണമല്ലെന്നും ബോംബ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നും NIAയുടെ പ്രാഥമിക നിഗമനം. പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചത് ഫരീദാബാദ് ഭീകര സംഘത്തിലെ ഡോക്ടർ ഉമർ നബി. പിന്നിൽ ജെയ്ഷെ മുഹമ്മദ്. ഭീകരരുടെ വേരുകൾ തേടി അന്വേഷണ സംഘം. മരണം 13ആയി. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ചാവേർ സ്ഫോടനത്തിൽ 12 മരണം, 27 പേർക്ക് പരിക്ക്. इस षड्यंत्र की तह तक जाएगी. इसके पीछे के षड्यंत्रकारियों को बख्शा नहीं जाएगा. സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആസൂത്രകരെ വേട്ടയാടി പിടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഫരീദാബാദിൽ 52 പേരെ ചോദ്യം ചെയ്തു. 6 പേർ കസ്റ്റഡിയിൽ. അബുദാബി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമ്പത്തിക വികസന പങ്കാളിത്തങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ ധാരണ. കൂടുതൽ നിക്ഷേപ പദ്ധതികൾ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കാനും തീരുമാനം. സൗദിയിൽ ഹുറൂബാക്കിയ ഹൗസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ഗാർഹിക വിസയിലുള്ളവർക്ക് ഹുറൂബ് മാറ്റാനുള്ള സാവകാശം 6 മാസത്തേക്ക് കൂടി നീട്ടി. മുസാനിദ് പ്ലാറ്റ്ഫോം വഴി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ നടപടി. ഹുറൂബ് മാറ്റാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ. ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതം. തീവ്രവാദി ആക്രമണമാണെന്ന വിലയിരുത്തലിൽ അന്വേഷണ ചുമതല ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു. സ്ഫോടനം ചാവേർ ആക്രമണത്തിന്റെ സ്ഥിരം രീതിയല്ല ഉണ്ടായതെന്നാണ് NIAയുടെ പ്രാഥമിക നിഗമനം. തുടർച്ചയായി ഉണ്ടായ റെയ്ഡുകളും അറസ്റ്റുകളുമാണ് തിടുക്കപ്പെട്ടുള്ള സ്ഫോടനത്തിന് കാരണമെന്നും ബോംബ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നാണ് NIAയുടെ പ്രാഥമിക നിഗമനം. അതേസമയം ഫരീദാബാദിൽ അറസ്റ്റിലായ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ള ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 13ആയി ഉയർന്നു. ലാൽഖില മെട്രോ സ്റ്റേഷന്റെ 1ാം ഗേറ്റിന് സമീപത്തുള്ള സിഗ്നലിന് മുന്നിലാണ് I-20 കാർ പൊട്ടിത്തെറിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് തീവ്രവാദ ആക്രമണത്തിന്റെ സാധ്യതകൾ തെളിഞ്ഞു വന്നത്. അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകൾ വിശദമായി പരിശോധിക്കുകയാണ്. അന്വേഷണ ചുമതല ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഡൽഹി ക്രൈംബ്രാഞ്ചിൽ നിന്ന് അന്വേഷണം NIAയ്ക്ക് കൈമാറിയത്. അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഡൽഹി ക്രൈംബ്രാഞ്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. ഫരീദാബാദിൽ പിടിയിലായ ജമ്മു കശ്മീർ സ്വദേശികളും ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായ ഡോക്ടർമാർക്ക് സംഭവവുമായി ബന്ധമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. 2900 കിലോ സ്ഫോടക വസ്തുക്കളാണ് കഴിഞ്ഞ ദിവസം മാത്രം ഡൽഹിയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് പിടികൂടിയത്. അവ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. സ്ഫോടനത്തിന് ഉപയോഗിച്ച വാഹനത്തിന്റെ സഞ്ചാര സമയം പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ 7:30 ഫരീദാബാദിലെ ഏഷ്യൻ ആശുപത്രിയുടെ പുറത്ത് കാറുണ്ട്. 8:13 വാഹനം ബദർപൂർ ടോൾ പ്ലാസ കടന്നു. 8:20 ഓഖ്ല വ്യവസായ മേഖലയിലെ പെട്രോൾ പമ്പ് കടന്നു പോന്നു. 3:19 ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പാർക്കിംഗ് സ്ഥലത്തെത്തി. 3 മണിക്കൂറോളം വാഹനം അവിടെ തുടർന്നു. 6:22 മാസ്ക് ധരിച്ച ഒരാൾ പണം നൽകി പോകുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വാഹനം പുറപ്പെട്ട് 24 മിനിറ്റിനുള്ളിൽ സ്ഫോടനം നടന്നു. സ്ഫോടനത്തിന്റെ സാഹചര്യത്തിൽ രാജ്യത്താകമാനം അതീവ ജാഗ്രത തുടരുകയാണ്. കാറിലുണ്ടായിരുന്നത് ഉമർ നബി എന്ന വ്യക്തിയാണ് എന്നാണ് പ്രാഥമിക വിവരം. വിവിധ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ഉമർ ജോലി ചെയ്തിരുന്നു എന്നാണ് സൂചന. പുൽവാമയിലെ കോലി സ്വദേശിയാണ് ഉമർ നബി. ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം നേടിയിട്ടുണ്ട് ഇയാൾ.
ഭോപ്പാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായ ആളുകളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കെ പ്രശാന്ത് ഉണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, നിർണായകമായ ഒരു വഴിത്തിരിവാണ് NIAയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഡൽഹി പോലീസ് പറഞ്ഞിരുന്നത് ഇതൊരു ചാവേർ ആക്രമണമാണ് എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ ചാവേർ ആക്രമണത്തിന്റെ ഒരു സ്ഥിരം ശൈലിയിലല്ല എന്നാണ് ഇപ്പോൾ NIAയുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ അതിനൊരു പ്രാഥമിക നിഗമനമാണ് പ്രധാനമായി പുറത്തേക്ക് വരുന്നത്. അത് സുപ്രധാനമായ ഒരു നിഗമനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരുപക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയുണ്ട്. ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നു. അത് ഫരീദാബാദിലും സഹാറൻപൂരിലും അതുപോലെ തന്നെ പുൽവാമയിലൊക്കെ തന്നെ റെയ്ഡുകൾ നടത്തുന്നു. നിരവധി ആളുകളെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിക്കുന്നു. സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ മറുനീക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒന്ന്. ആ റെയ്ഡിന്റെ ശ്രദ്ധ മാറ്റിയെടുക്കുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇത്തരം സ്ഫോടക വസ്തുക്കൾ കൈവശം വെക്കുന്നത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത്തരത്തിലൊരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം തന്നെ ഒരു പ്രാഥമിക നിഗമനമായി മുന്നോട്ട് വെച്ചത്. അതിപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി സമാനമായ നിലപാട് പങ്കുവെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പൂർണ്ണമായും പ്രവർത്തനക്ഷമ ആകുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഫോടനം, ഒരു ബോംബിലേക്കല്ല കാര്യങ്ങൾ എത്തിയത്. പൂർണ്ണമായും അത് ആ രീതിയിലേക്ക്, ബോംബ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ്. അതായത് IED പോലുള്ള സംവിധാനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസി ഈ ഘട്ടത്തിൽ പറയുന്നത്. നേരത്തെ തന്നെ അമോണിയം നൈട്രേറ്റും അതുപോലെ തന്നെ ഫ്യൂവൽ ഓയിലിന്റെയും ഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ റെയ്ഡുകൾ നടത്തുകയും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ആളുകളുടെ അറസ്റ്റിലേക്ക്, പ്രത്യേകിച്ച് ജെയ്ഷ് ഇ മുഹമ്മദ് അടക്കമുള്ള തീവ്ര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയൊക്കെ തന്നെ പിടികൂടി വെക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഈ ഉമർ നബി എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ഈ റെയ്ഡ് നടന്ന സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണെന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട ആ വാഹനവുമായി കൊണ്ടുവന്ന് ഒരു സ്ഫോടനം നടത്തി എന്നുള്ളത് തന്നെ. മാത്രമല്ല, സാധാരണ ചാവേർ ആക്രമണത്തിന്റെ പതിവ് രീതിയല്ല ഇതിൽ അവലംബിച്ചിട്ടുള്ളത്. അതിനൊരു കാരണം, ഇത് തിടുക്കപ്പെട്ട് വളരെ പെട്ടെന്ന് തീരുമാനിക്കുകയും ഒപ്പം തന്നെ പരിഭ്രാന്തരായതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു സ്ഫോടനം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സാധാരണഗതിയിൽ ചാവേറാക്രമണമാണെങ്കിൽ ജനസാന്ദ്രതയുള്ള, ജനങ്ങൾ കൂടുതലായുള്ള മേഖലയിലേക്ക് ആ വാഹനം കൊണ്ടുവന്ന് അവിടെ വെച്ച് റിമോട്ട് സംവിധാനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് സംവിധാനം ഉപയോഗിച്ചോ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ വാഹനം പൂർണ്ണമായും ഇടിച്ചു കയറ്റുന്ന, പുൽവാമയിലേക്ക് നമ്മൾ കണ്ടതാണ്, ഇടിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇത് രണ്ടും ഉണ്ടായില്ല എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് സ്ഫോടനത്തിലേക്ക് കാര്യങ്ങളെത്തി. അത് ഈ പരിഭ്രാന്തിയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വലിയൊരു സ്ഫോടനത്തിനുള്ള പദ്ധതി ഇവർ ഇട്ടിരുന്നു. അത് ഇല്ലാതാക്കാൻ കഴിഞ്ഞു. കാരണം 2900 കിലോഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. അതിൽ തന്നെ അമോണിയം നൈട്രേറ്റ് ഉണ്ട്, ഒപ്പം തന്നെ മറ്റ് RDXുമായി പ്രവർത്തിക്കാൻ സാഹചര്യമുള്ള സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇതിന് ഏതെങ്കിലും തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന രാസവസ്തുക്കളുണ്ട്. ഇതൊക്കെ തന്നെയാണ് പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരുടെ ഒരു ശ്രദ്ധ പൂർണ്ണമായും തെറ്റുകയും പരിഭ്രാന്തരാകുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നീക്കമുണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കൂടുതൽ അപകടമുണ്ടാകാതിരുന്നതും ഈ അന്വേഷണത്തിൻ്റെ ഒരു തുടക്കം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. ഏതായാലും ഇനി ഈ പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. മാത്രമല്ല, ഈ ഉമർ നബി തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെട്ട വ്യക്തി എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിൽ DNA പരിശോധനാ ഫലം ഉൾപ്പെടെ വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ വരുന്ന മണിക്കൂറുകൾ. മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രാഥമിക നിഗമനത്തിനപ്പുറത്തേക്ക് അന്വേഷണം ഏത് ഘട്ടത്തിലെത്തിയെന്നും കൃത്യമായ പ്രതികളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് അമിത്ഷാ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ FSLുമായി ബന്ധപ്പെട്ട ഇതുവരെ ശേഖരിച്ച വിവരങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ കൈമാറാനുള്ള നിർദ്ദേശം ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുകൂടി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വളരെ പെട്ടെന്ന് ഒരു അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഔദ്യോഗികമായ അന്വേഷണം ഏറ്റെടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ സ്ഫോടനം ഉണ്ടായ സമയത്ത് തന്നെ ദേശീയ അന്വേഷണ ഏജൻസി സ്ഥലത്തേക്ക് എത്തി കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചിരുന്നു. മാത്രമല്ല, ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തോ ഇത്തരം ആളുകളെ, ഡോക്ടർമാരടങ്ങുന്ന സംഘത്തെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്യുന്നു. ആ സമയത്തിന് ശേഷം കൃത്യമായി വിവരങ്ങൾ ATSുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിക്കുകയും ഒക്കെ ചെയ്തു. അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്ര സുപ്രധാനമായ ഒരു നിഗമനത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി എത്തി നിൽക്കുന്നത്. തീർച്ചയായും വളരെ നിർണായകമായ വഴിത്തിരിവാണ് NIAയുടെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഊർജിതമായി അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. വരും മണിക്കൂറുകളൊക്കെ ഇതുമായി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. KK പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.
ചെങ്കോട്ട സ്ഫോടനത്തിന് കാരണക്കാരായ ഒരാളെയും വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരവാദികൾക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. बहुत भारी मन से आया हूं. कल शाम दिल्ली में हुई भयावह घटना ने सभी के मन को व्यथित कर दिया है. मैं पीड़ित परिवारों का दुख समझता हूं. आज पूरा देश उनके साथ खड़ा है. ഭാരിച്ച ഹൃദയത്തോടെയാണ് ഇവിടെ താൻ നിൽക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗം തുടങ്ങിയത്. ചെങ്കോട്ട സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖം മനസ്സിലാക്കുന്നുവെന്നും രാഷ്ട്രം അവർക്കൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഈ ഗൂഢാലോചനയുടെ ചുരുളഴിക്കും. ഇതിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ല. ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മോദി പറഞ്ഞു. हमारी एजेंसियां इस षड्यंत्र की तह तक जाएगी. इसके पीछे के षड्यंत्रकारियों को बख्शा नहीं जाएगा. All those responsible will be brought to justice. സ്ഫോടനത്തിൽ മരിച്ചവർക്ക് പരിപാടിയിൽ അനുശോചനം രേഖപ്പെടുത്തി. ഭൂട്ടാൻ രാജാവിന്റെ നേതൃത്വത്തിലാണ് അനുശോചന പ്രാർത്ഥന നടന്നത്. Pray for the people who sadly lost their lives yesterday in Delhi. We'd like to pray for them. Last ngachi gutsugel. ഡൽഹി ചെങ്കോട്ട സ്ഫോടനം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഭൂട്ടാനിലെത്തിയത്. വിമാനത്താവളത്തിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ടോഗ്ബെ മോദിയെ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് മോദി നേരത്തെ എക്സിൽ കുറിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ചെങ്കോട്ട സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഒരു സാഹചര്യത്തിലും അവരെ വെറുതെ വിടില്ലെന്ന് രാഷ്ട്രത്തിന് ഉറപ്പു നൽകുകയാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. I extend my heartfelt condolences to all those who lost their lives in the tragic incident that occurred in Delhi yesterday. I pray to God to grant strength and solace to the bereaved families in this hour of deep grief. ഡൽഹി സ്ഫോടനത്തെ UAE ശക്തമായി അപലപിച്ചു. ഇരയായവരുടെ കുടുംബങ്ങളെയും ഇന്ത്യ സർക്കാരിനെയും UAE വിദേശകാര്യ മന്ത്രാലയവും ദുഃഖവും അനുശോചനവും അറിയിച്ചതായി വാർത്താ ഏജൻസി വാം റിപ്പോർട്ട് ചെയ്തു. എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങളെയും ഭീകരവാദത്തെയും UAE അപലപിക്കുന്നുവെന്നും തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം പാകിസ്ഥാനിൽ ചാവേർ സ്ഫോടനമുണ്ടായിരിക്കുന്നു. 12 പേരാണ് കൊല്ലപ്പെട്ടത്. 27 പേർക്ക് പരിക്കേറ്റു. ഇസ്ലാമാബാദ് ഹൈക്കോടതിക്ക് മുന്നിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഡൽഹി സ്ഫോടനത്തിന് സമാനമായ രീതിയിലാണ് സ്ഫോടനം. ജില്ലാ കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പ്രവൃത്തി ദിവസമായതുകൊണ്ട് കോടതി പരിസരത്ത് നിരവധി അഭിഭാഷകരുമുണ്ടായിരുന്നു. 6 കിലോമീറ്റർ ദൂരത്തോളം സ്ഫോടന ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N. വാസു റിമാൻഡിൽ. കേസിലെ 3ാം പ്രതിയായ വാസുവിനെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. നവംബർ 24 വരെയാണ് റിമാൻഡ് ചെയ്തത്. ദേവസ്വം ബോർഡിലെ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന വാസുവിനെതിരെ കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളുടെ മൊഴികൾ നിർണായകമായി. അതാണ് ഈ അറസ്റ്റിലേക്ക് അടക്കം നീക്കിയത്. അൺഫിലിറ്റ് ഡിസൂസയുണ്ട് വിവരങ്ങളുമായി. അൺഫിലിറ്റ്, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറസ്റ്റിലായ കേസിലാണ് ഇപ്പോൾ ഉന്നതനായ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നതും. അതും CPMന്റെ ഒപ്പം മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു വിശ്വസ്തൻ. ഇനി അടുത്തത് ആരാകും എന്നുള്ളതാണ്. അന്വേഷണം എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത് എന്നതാകും. ഒപ്പം സർക്കാരും പാർട്ടിയും ഒക്കെയല്ലേ പ്രതിരോധത്തിലാകുന്നത്. അമ്പിളി, ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരിക്കുന്ന
എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തുടർച്ചയായി 3 ദിവസം തുടർച്ചയായി രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ എൻ വാസു റിമാൻഡിലായിരിക്കുകയാണ്. ഈ മാസം 24 വരെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു കോടതി. പത്തനംതിട്ട കോടതിയിലാണ് ഹാജരാക്കിയത്. അതിനുശേഷം റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് എൻ വാസുവിനെ മാറ്റിയിരിക്കുകയാണ്. 2019 ഈ കട്ടളപ്പാളി കടത്തിയുമായി ബന്ധപ്പെട്ട കേസിലാണ് എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് അന്ന് 2019 മാർച്ച് മാസത്തിൽ ഒരു ഗൂഢാലോചന നടന്നുവെന്നും ആ ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ചത് ദേവസ്വം കമ്മീഷണറായ എൻ വാസുവാണ് എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തലുകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ പ്രതി ചേർക്കുകയും മൂന്നാമത്തെ കേസിൽ മൂന്നാമത്തെ പ്രതിയാണ് എൻ വാസു. അതേ തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനോടകം തന്നെ അറസ്റ്റിലായിരിക്കുന്ന 2019 ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരായ മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാർ, ഇവർ രണ്ടുപേരുടെയും മൊഴികളാണ് നിർണായകമായത്. അതിൽ സുധീഷ് കുമാർ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ മഹസർ എഴുതി രേഖപ്പെടുത്തുമ്പോൾ സ്വർണ്ണപ്പാളിയെ ചെമ്പ് പാളി എന്ന് എഴുതി ചേർത്തത് ദേവസ്വം കമ്മീഷണറായ എൻ വാസുവാണ്. ഇതിന്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് എൻ വാസുവാണ്. അദ്ദേഹത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കടത്തിയത്. ശരി, വളരെ നിർണായകമായ ഒരു അറസ്റ്റാണ് ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ഉണ്ടായിരിക്കുന്നത്. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിരിക്കുന്നു. അൺഫിൽറ്റാണ് വിവരങ്ങൾ നൽകിയത്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. അബുദാബിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വികസന പങ്കാളിത്തങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ ധാരണയായി. കൂടുതൽ നിക്ഷേപ പദ്ധതികൾ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട്. അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് ചെയർമാൻ അഹമ്മദ് ജാസിം അൽസാബി, അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ സെക്രട്ടറി ജനറലും കിരീടാവകാശിയുടെ ഓഫീസ് ചെയർമാനുമായ സൈഫ് സയ്യിദ് ഗൊബഷ്, മന്ത്രി സജി ചെറിയാൻ, ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തൽ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരും സംബന്ധിച്ചു. PM ശ്രീ സംബന്ധിച്ച് മുന്നണിക്കുള്ളിലുണ്ടായ ചർച്ചകൾ ഒഴിവാക്കേണ്ടിയിരുന്നുവെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ദുബായിൽ സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീ സംബന്ധിച്ചുള്ള സർക്കാർ സമീപനം മാധ്യമങ്ങൾക്കുൾപ്പെടെ ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ അഭിപ്രായം. അത് സംബന്ധിച്ച് ഇടതുമുന്നണിക്കുള്ളിലുണ്ടായ ചർച്ചകൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മകഥയായ ഇതാണെന്റെ ജീവിതം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം UAE-യിൽ എത്തിയത്. ദുബായിലെ മാധ്യമ കൂട്ടായ്മ ഒരുക്കിയ മീറ്റ് ദി പ്രസിലാണ് EP സമകാലിക വിഷയങ്ങളിൽ മനസ്സ് തുറന്നത്. PM ശ്രീയെ സംബന്ധിച്ച് ഒരു ശരിയായ നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിയുടെ ശരിയായ വശം ഇനിയും മാധ്യമങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് കേരള ഗവൺമെൻറ് തുടക്കം മുതൽ എടുത്തൊരു നിലപാടുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കും, പാഠ്യപദ്ധതി കേരളം നടപ്പിലാക്കും. അതിൻ്റെ മേലെ കയ്യേറ്റം നടത്താൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല, ചെയ്യാൻ സമ്മതിക്കില്ല. RSS അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കുകയില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ വിഷയത്തിൽ സർക്കാർ നടപടികൾ പരാതികൾക്ക് ഇട നൽകാത്തതാണ്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് സർക്കാർ അക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേവസ്വം ഭരണമാറ്റത്തിന് ഈ വിഷയവുമായി ബന്ധമില്ല. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച തിരഞ്ഞെടുപ്പ് സമയത്ത് വിവാദമാക്കിയതാണെന്നും തന്റെ ആത്മകഥ ഇറങ്ങുന്നത് സംബന്ധിച്ച് മുൻപുണ്ടായ വിവാദങ്ങൾ ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും EP ജയരാജൻ പറഞ്ഞു. ആത്മകഥയ്ക്ക് 2ാം ഭാഗം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സിസ്റ്റം തകരാറിലല്ലെന്നും ഏതെങ്കിലും ആശുപത്രികളിലെ സംഭവങ്ങൾ വെച്ച് അത്തരത്തിൽ പറയാമോ എന്നും EP ജയരാജൻ ചോദിച്ചു. ദുബായ് മാധ്യമ കൂട്ടായ്മ കോർഡിനേറ്റർമാരായ റോയ് റാഫേൽ സ്വാഗതവും വനിത നന്ദിയും പറഞ്ഞു. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിൽ ഹുറൂബ് ആക്കിയ ഹൗസ് ഡ്രൈവർമാർ അടക്കമുള്ള ഗാർഹിക വിസയിലുള്ളവർക്ക് ഹുറൂബ് മാറ്റാനുള്ള സാവകാശം 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചതായി സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ മുസാനിദ് പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഈ നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് വീണ്ടും 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചത്. കുവൈറ്റിൽ വരുമാനത്തിൽ കൂടുതൽ പണമിടപാടുകൾ നടത്തുന്നവർക്കെതിരെ കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിരീക്ഷണം ശക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം എന്നിവ തടയുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നടപടി ശക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായി വാംഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലിങ്കുകൾ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്ന പണ ഇടപാടുകൾ നിരീക്ഷണം ശക്തമാക്കുവാൻ സെൻട്രൽ ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. വാണിജ്യ അക്കൗണ്ടുകളിൽ നിന്നും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്ന പണ ഇടപാടുകൾക്കാണ് നിരീക്ഷണം ശക്തമാക്കിയത്.
കുവൈറ്റിലെ ദേശീയ വിമാന കമ്പനികളിലൊന്നായ ജസീറ എയർവേസ് 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി യാത്രക്കാർക്ക് വൻ ഓഫർ പ്രഖ്യാപിച്ചു. ഒരു ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാർക്ക് മറ്റൊരു ടിക്കറ്റ് സൗജന്യമായി നൽകുന്നതാണ് പദ്ധതി. നവംബർ 13-ഇടയിൽ വൺ വേ റിട്ടേൺ ടിക്കറ്റുകൾ വാങ്ങുന്നവർക്കാണ് ഈ സൗജന്യം ബാധകമാവുക. 2026 മാർച്ച് 1-നും ജൂൺ 15-നും ഇടയിലുള്ള തീയതികളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം. കുവൈറ്റിലെ ആദ്യത്തെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള എയർലൈനായി 2005-ൽ ആരംഭിച്ച ജസീറ എയർവേസിന് കൊച്ചി ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്കും നേരിട്ടുള്ള സർവീസുണ്ട്. വിമാന കമ്പനിയായ ഫ്ലൈനാസിന് ഈ വർഷം 3-ാം പാദത്തിൽ 15% ലാഭവളർച്ച, 3-ാം പാദത്തിൽ 12 കോടിയിലേറെ റിയാൽ ലാഭം നേടി. വരുമാനം 6.2% തോതിൽ വർദ്ധിച്ചതും മെച്ചപ്പെട്ട പ്രവർത്തന കാര്യക്ഷമതയും വിപുലീകരണ തന്ത്രത്തിന്റെ തുടർച്ചയും ഉയർന്ന ലാഭം കൈവരിക്കാൻ സഹായിച്ചു. 3-ാം പാദ അവസാനത്തോടെ വിമാനങ്ങളുടെ എണ്ണം 68ആയി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 59 വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായുള്ള സൗജന്യ പാസുകൾ നിർത്തലാക്കാൻ ആലോചിക്കുന്നുവെന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടി. 5000-ലേറെ പാസുകൾ സൗജന്യമായി നൽകേണ്ടി വരുന്നു. ഇവരിൽ പലരും യഥാർത്ഥ സിനിമാ ആസ്വാദകരല്ലെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു. ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. IFFK-യുടെ ചെറിയ പതിപ്പുകൾ ദുബായ് ഉൾപ്പെടെ വിദേശ നഗരങ്ങളിലും ഇന്ത്യയിലെ മറ്റിടങ്ങളിലും നടത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു. സിനിമാ അവാർഡ് സംബന്ധിച്ച വിവാദം ആവശ്യമില്ലെന്നും ജൂറിയെ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ ആധിപത്യം സിനിമാ മേഖലയിലെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും റസൂൽ പൂക്കുട്ടി ചൂണ്ടിക്കാട്ടി. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ നഗരിയിൽ മലയാളത്തിൽ നിന്നുള്ള പ്രസാധകർ ഒരുമിക്കുന്ന 7-ാം നമ്പർ ഹാളിൽ സ്ത്രീ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയൊരുക്കിയ ഒരു സ്റ്റാളുണ്ട്. കണ്ണൂരിലെ ഇരിട്ടിയിൽ ആരംഭിച്ച പെണ്ണില്ലം എന്ന പബ്ലിഷിംഗ് സ്ഥാപനമാണ് സാഹിത്യാഭിരുചികളുള്ള സ്ത്രീകളുടെ രചനകൾ ഷാർജ പുസ്തകമേളയിൽ എത്തിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ശ്രീരാജ് കൈമൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദി എല്ലാ വർഷവും വ്യത്യസ്തവും നൂതനവുമായ ചില ആശയങ്ങളും ആവിഷ്കാരങ്ങളും ഒക്കെ വായനക്കാർക്ക് മുമ്പിൽ തുറന്നിടുന്നുണ്ട്. നമുക്കൊപ്പമുള്ളത് പെണ്ണില്ലം എന്ന സ്ത്രീ എഴുത്തുകാർക്കൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ അംഗങ്ങളാണ് നമുക്കൊപ്പമുള്ളത്. എന്താ ഈ പെണ്ണില്ലം എന്നൊരു ആശയത്തിന് പിന്നിൽ? എഴുത്തുകാരായ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടും അവർക്ക് രംഗത്തേക്ക് വരാൻ കഴിയാതിരിക്കുന്ന കുറച്ച് സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ സാഹിത്യവാസന വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് ഈ സംഘടന രൂപം കൊണ്ടിട്ടുള്ളത്. താച്ചി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു ആദ്യം. വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അവരുടെ ആഭിമുഖ്യത്തിൽ ഒരു കവിതാ സമാഹാരം ഞങ്ങൾ ഇറക്കി. ആ കവിതാ സമാഹാരത്തിലെ ആത്മാനുഭവ കഥകൾ ഉൾപ്പെടുത്തണം, അവരുടെ സ്വന്തം അനുഭവങ്ങളായിരിക്കണം എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നു. അതിലൂടെയാണ് 40 പേര് അങ്ങനെ എഴുതി. അങ്ങനെ അത് കേരളം മുഴുവനുള്ള സ്ത്രീകളെ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് അവരുടെ 40 പേരുടെ ആത്മാനുഭവ കഥകളിലൂടെയാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് വന്നത്. ആ പുസ്തകത്തിൻ്റെ പേരാണ് പെണ്ണില്ലം. 62 പുസ്തകങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ പ്രകാശനം ചെയ്തു. ആ പ്രകാശനം ചെയ്ത പുസ്തകങ്ങളിലെ എല്ലാ തരം കഥകൾ, നോവലുകൾ, പിന്നെ അനുഭവക്കുറിപ്പുകൾ, യാത്രാക്കുറിപ്പ്, പാചകം, ജ്യോതിഷം, അവരുടെ കഴിവ് ഏതാണോ അതിലെഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വന്തമായിട്ടൊരു പുസ്തകം ആദ്യമായിട്ട് എഴുതിയവർ കൂടുതൽ വരും. അപ്പോൾ അവരുടെ കഴിവുകളെല്ലാം തെളിയിക്കുന്നൊരു സംരംഭമായിരുന്നു. 62 പേര് ഞങ്ങളിവിടെ പ്രകാശനം ചെയ്തു. അപ്പോൾ ആ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങളൊരു 101 പുസ്തകത്തിന് പ്ലാൻ ചെയ്തു. ഇങ്ങനെ ശ്രദ്ധേയമായ ചില എന്താ പറയുക രേഖപ്പെടുത്തലുകൾ കൂടി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദി ഓരോ വർഷം കഴിയുന്തോറും ബാക്കി വെക്കുന്നുണ്ട്. പുതിയ എഴുത്തുകാർക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു വലിയ പദ്ധതി തന്നെയായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും എന്തായാലും. താങ്ക് യു. കുവൈറ്റിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ സാരഥി കുവൈറ്റ് 26ാമത് വാർഷികം സാരഥീയം 2025 അതിവിപുലമായി ആഘോഷിച്ചു. അഹമ്മദി DPS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സാരഥി പ്രസിഡന്റ് ജിതേഷ് MP അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥി ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി അഫയേഴ്സ് വിഭാഗം ഫസ്റ്റ് സെക്രട്ടറി ശ്രീ മാനസ് രാജ് പട്ടേൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സാരഥി ഇന്ത്യൻ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളെ, വിശിഷ്യ ട്രൈബൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നൽകുന്ന സഹായങ്ങളെ ശ്രീ മാനസ് രാജ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രത്യേകം പരാമർശിച്ചു. സാരഥിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ എംബസിയുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. UAE-യിലെ പ്രമുഖ വ്യവസായിയും സേവനം UAE ചെയർമാനുമായ ശ്രീ MK രാജൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു.
ആഗോള ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സാരഥിയുടെ ഈ വർഷത്തെ ഗുരുദേവ കർമ്മശ്രേഷ്ഠ അവാർഡ് ശ്രീ MK രാജനെ നൽകി ആദരിച്ചു. 93ാമത് ശിവഗിരി തീർത്ഥാടന പതാക കൈമാറ്റവും വിശിഷ്ടാതിഥി MK രാജൻ നിർവഹിച്ചു. സാരഥി കുവൈറ്റ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച 25 വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഔദ്യോഗിക തുടക്കം ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ശ്രീ മാനസ് രാജ് പട്ടേൽ, IPBC സെക്രട്ടറി KP സുരേഷ്, സ്കോളർഷിപ്പ് പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ സുരേഷ് K എന്നിവർ നിർവഹിച്ചു. 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ സാരഥി അംഗങ്ങളുടെ കുട്ടികളെ വേദിയിൽ ശാരദാംബ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. അനിൽ K നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. ഡിസംബർ 4-ന് ജിദ്ദയിൽ ആരംഭിക്കുന്ന റെഡ് സീ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മുഖ്യാതിഥിയായി ബോളിവുഡിലെ പഴയകാല നടിയായ രേഖ വരുന്നു. ഡിസംബർ 13-ന് സമാപിക്കുന്ന 10 നാൾ നീണ്ടുനിൽക്കുന്ന 5ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിൽ ലോകത്തിലെ 100-ലധികം ക്ലാസിക് ചിത്രങ്ങൾ വിവിധ തിയേറ്ററുകളിലായി പ്രദർശിപ്പിക്കും. ജിദ്ദ ബലദിലായിരിക്കും പ്രധാന പരിപാടി. 1981-ൽ പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം ഉംറ ഓജാൻ എന്ന രേഖ അഭിനയിച്ച പടം റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിൽ ഉദ്ഘാടന ദിവസം പ്രദർശിപ്പിക്കും. റിസാല സ്റ്റഡി സർക്കിൾ സൗദി വെസ്റ്റ് നാഷണൽ കമ്മിറ്റി നവംബർ 14-ന് ജിദ്ദയിൽ സംഘടിപ്പിക്കുന്ന 3ാമത് നോട്ടെക് നോളജ് ആൻഡ് ടെക്നോളജി എക്സ്പോയുടെ മുന്നോടിയായി ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ സയൻസ് അധ്യാപകർക്കായി ടീച്ച് ലൂം എന്ന പേരിൽ പ്രത്യേക സംഗമം സംഘടിപ്പിച്ചു. ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന AI ടൂളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് റിയാസ് കൊല്ലം ക്ലാസിന് നേതൃത്വം നൽകി. സൈദലവി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ഉമൈർ മുണ്ടോളി, ഫസീൻ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. മൻസൂർ ചുണ്ടമ്പറ്റ കീനോട്ട് അവതരിപ്പിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ സംവദിച്ചു. ചടങ്ങിന് നൌഫൽ മുസ്ലിയാർ, ആഷിഖ് ഷിബ്ലി, ഷബീർ അലി തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റിലെ പത്തനംതിട്ട ജില്ലാ പ്രവാസികളുടെ കൂട്ടായ്മയായ പത്തനംതിട്ട NRI അസോസിയേഷൻ 1ാം വാർഷികം മലനാട് മഹോത്സവം വെള്ളിയാഴ്ച ആസ്പെക് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന സമ്മേളനം കുവൈറ്റിലെ ടൈസ് സെന്റർ ചെയർമാൻ അബ്ദുൽ അസീസ് അൽ ദുവായിച്ച് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾക്ക് പുറമെ നാട്ടിൽ നിന്ന് വരുന്ന കലാകാരന്മാരുടെ കോമഡി സ്കിറ്റ്, പിന്നണി ഗായകരായ റഹ്മാൻ പത്തനാപുരം, സുമി അരവിന്ദ്, കുവൈറ്റി ഗായകൻ മുബാറക് അൽ റാഷിദ്, കുവൈറ്റിലെ പ്രമുഖ ബാൻഡായ യെസ് ബാൻഡ് എന്നിവരുടെ മെഗാ ഷോ ഉൾപ്പെടെ വൈവിധ്യമാർന്ന കലാവിരുന്നുകൾ ഉണ്ടാവുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളവും സൗരാഷ്ട്രയും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചു. 330 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കേരളം അവസാന ദിനം 3-154 എന്ന നിലയിലാണ് 2ാം ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. ഇടയ്ക്ക് മഴ മൂലം കളി തടസ്സപ്പെട്ടു. ആദ്യ ഇന്നിംഗ്സിൽ കേരളം 233 റൺസ് നേടിയിരുന്നു. 8 വിക്കറ്റ് നഷ്ടത്തിൽ 402 റൺസ് എന്ന നിലയിലാണ് സൗരാഷ്ട്ര ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തത്. മത്സരം സമനിലയിൽ അവസാനിച്ചെങ്കിലും ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡിന്റെ പിൻബലത്തിൽ കേരളത്തിന് 3 പോയിന്റ് ലഭിച്ചു. അവസാന ദിനമായ ഇന്ന് മത്സരത്തിനിടെ കേരളത്തിന്റെ ഇടം കയ്യൻ ഓപ്പണറായ AK ആകർഷിന് പരിക്ക് പറ്റിയിരുന്നു. സൗരാഷ്ട്ര ബൗളർ ജയദേവിന്റെ ബൗൺസറേറ്റ് വീണ ആകർഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്നും താരം സംസാരിക്കുന്നുണ്ടെന്നും ടീം വൃത്തങ്ങൾ അറിയിച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം.